ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആറാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തസ്കിയ ആൻഡ് തജ്വീദുൽ ഖുർആൻ, ഈ രണ്ട് വിഷയങ്ങളും കൂടി ഒരുമിച്ചാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പോൾ അതിൻ്റെ വാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് വന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്ത് ഏതാണെന്നോ? വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്തു നാസാണ്. നാസ് തുടങ്ങുന്നത് ഫാത്തിഹ കൊണ്ടും അവസാനിക്കുന്നത് നാസ് കൊണ്ടും. അങ്ങനെ 114 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തതെന്താണ്? അബുൽ യസീദ് അൽ ബിസ്തമി എന്ന പേരിൽ പ്രസിദ്ധനായി ആരായിരുന്നു? ആരാണ്? ത്വയ്ഫൂർ ഇബ്നു ഈസ റളിയല്ലാഹു അൻഹു എന്നവരാണ് അബുൽ യസീദ് ബിസ്തമി ഖദ്ദസുല്ലാഹു സിറുൽ അസീസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്തതെന്താണ്? റജാ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? റജാ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതീക്ഷ എന്നാണ് റജാ എന്നതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മളെ പാഠത്തിൽ മാനിൽ കലിമാറ്റി വരുന്നുണ്ട് എല്ലാ പാഠത്തിലും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയാലാണ് നമുക്കിതുപോലെ ഏതാണ് അറബി മീനിങ് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം നന്നായി മനസ്സിലാക്കുക. അടുത്തെന്താണ്? അൽ മദ്ദുൽ മുത്തസിലിന് ഉദാഹരണമാണ്. മദ്ദക്ഷരവും അംസയും ഒരേ കലിമത്തിൽ വരണം. വസ്സമായി മുൻഫസിൽ മദ്ദക്ഷരം അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ അംസ. അപ്പോൾ ആലാ ഇന്ന അതും മുൻഫസിലാണ്. അപ്പോൾ മുത്തസിലിന് ഉദാഹരണം വസ്സമായി എന്നതാണ്. അടുത്തത് എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്ത് ഏതാണ്? എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്ത് ഏതാണ്? അപ്പോൾ അതിൽ വാക്യാണ് എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? യാസീന്, മുൽക്ക്, വാക്യ, സജദ സൂറത്തുകളും പിന്നെ ലൗ അൻസൽന മുതൽ സൂറത്തുൽ ഹശ്റിലെ അവസാനം വരെയും എല്ലാ ദിവസവും ഓതൽ സുന്നത്താണ്. വെള്ളിയാഴ്ചയാണ് കൗഫ് ഓതൽ. ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, ഷഹിദല്ലാഹു ഇതൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. അടുത്തതെന്താണ്? നാവിൻ്റെ മുരടും അണ്ണാക്കും മഹറജായ ഹർഫ് ഏതാണ്? അപ്പോൾ ഖാഫാണ്. നാവിൻ്റെ മുരടും അണ്ണാക്കും മഹറജ് ഹർഫ് വരുന്നത് ഖാഫാണ്. മഹറജ് നാവിൻ്റെ മുരടും അണ്ണാക്കും. സാഇൻ്റെത് എന്താണ് വരുന്നത്? സാ നാവിൻ്റെയും മേലെ മുൻപല്ലുകളുടെയും തലയാണ്. സാ ലോത് നാവിൻ്റെ അരവും മേലെ അണപ്പല്ലുകളാണ്. അപ്പോൾ അതൊക്കെ ഇതുപോലെ മാറി വരാം അക്ഷരങ്ങൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തതിന് മാച്ച് ചെയ്യാനാണ്. എന്താ ഇവിടെ വന്നത്? അപ്പോൾ എന്താണ് ഇവിടെ മാച്ച് ചെയ്യാൻ വന്നത്? ഇത്തക്കിൽ മഹാരിമ എന്താണ്? നമുക്കെന്ത് മാച്ച് ചെയ്ത് കൊടുക്കാം? ബി തക്കുൻ അഅ്ബദൻ നാസി. എന്താ പറയുന്നത്? റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഒന്നാമത്തത് നിഷിദ്ധമായ കാര്യങ്ങളെ നീ സൂക്ഷിച്ചാൽ നീ ഏറ്റവും വലിയ ആരാധകനാവും. ഇത്തക്കിൽ മഹാരിമ തക്കുൻ അഅ്ബദൻ നാസി. അടുത്തതാ വലൻ യലീക റസൂലല്ലാഹി ജാഹുക ബി ഇദൽ കരീമു തഹല്ല ബിസ്മി മുൻതകിമി. നമ്മളെ യാക്രം ബൈത്ത് എന്നാണ് വന്നത്. യാക്രം ബൈത്ത്. അപ്പോൾ അതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ആദ്യത്തത് ബി ആയിരുന്നു. അടുത്തതെന്താണ്? യാ അയ്യുഹൽ മുസമ്മിൽ കുമിൽ ലൈലി ഇല്ലാ ഖലീല. അതിൻ്റെ ഡി എഴുതാം. യാ അയ്യുഹൽ മുസമ്മിൽ കുമിൽ ലൈലി ഇല്ലാ ഖലീല. ആരോടാണ് അല്ലാഹു തആല നിസ്കരിക്കാൻ പറയുന്നത്? പിതാവിനോട് കുട്ടി ചോദിക്കുകയാണ്. അത് മുത്തുനബിയോടാണെന്ന് പിതാവ് പറയുന്നു. നമ്മളെ 11ാമത്തെ ചാപ്റ്റർ യാ ബനയ്യാക്കും ഫസല്ലി ബില്ലാ അതെന്നാണ് വന്നത്. അടുത്തതാ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് പരിഗണിച്ചാണ്. അപ്പം അതിൻ്റെ വൈന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവാ. അപ്പം അതിൻ്റെ എഴുതാം.
നിന്റെ ഉദ്ദേശം അനുസരിച്ചാണ് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക. ഓരോ വ്യക്തിക്കും അവനവൻ്റെ നിയ്യത്തനുസരിച്ച് ലഭിക്കും. വൈന്നമാലിക്കുല്യം മാനവ, ഓരോ വ്യക്തിക്കും അവൻ്റെ നിയ്യത്തനുസരിച്ച് ലഭിക്കും. അടുത്തതാ ഈ അക്രം ബൈത്ത് തന്നെയാണ് വന്നത്. വാദിനാലി സുഹബിസ്സലാത്തിം മിൻ കദാഇമ, എന്താണ്? അലന്നബിയ്യി ബിബുൻഹലിം വമുൻസജിമി. അപ്പോൾ അതിൻ്റെ സി നമുക്കവിടെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മറ്റ് ലൈനുകളും അതുപോലെ മാറിത്തരാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ മിൻ ജവാമിൽ കലിമിയ എന്നതിൽ നിന്നൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇതും ഇതുപോലെ മാച്ച് ചെയ്യാൻ വരാം. അടുത്ത പൂരിപ്പിക്കാനാണ്. അല്ലാഹു തആല നിനക്ക് വീതിച്ച് നൽകിയത് കൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനാവും. അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനാകും. നീ ഏറ്റവും വലിയ ഐശ്വര്യവാനാകും. അത് എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് ഇത്. അടുത്ത എന്താണ്? ഇന്നല്ലാഹ ത്വയ്യിബുൻ ഡാഷ് ഇല്ലാ ത്വയ്യിബൻ. എന്താണ്? ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബല ഇല്ലാ ത്വയ്യിബൻ. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ. അള്ളാഹു നല്ലവനാണ്, നല്ലത് മാത്രമേ സ്വീകരിക്കൂ. അടുത്തത് ഫഇന്ന മിൻ ഡാഷ്, ഈ അക്രം ബൈത്ത് നിന്നാണ് വന്നത്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമ ലൗഹി വൽ കലമി. അപ്പോൾ അത് ഇതുപോലെ മറ്റു ലൈനുകൾ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? മദ്ദുൽ ആരിൽ ഡാഷ് വരെ നീട്ടലാണ് നല്ലത്. മദ്ദുൽ ആരിൽ 3 അലിഫ് വരെ നീട്ടലാണ് നല്ലത്. മദ്ദുല്ലീന് 3 അലിഫ് നീട്ടാമെങ്കിലും 1 അലിഫ് മാത്രം നീട്ടലാണ് ഉത്തമം. മദ്ദുൽ ലാസിം 3 അലിഫ് 6 ഹർക്കത്ത് ദൈർഘ്യം നിർബന്ധമാണ്. ലാസിം നീട്ടൽ നിർബന്ധമാണ്. ആരിൽ 3 അലിഫ് വരെ നീട്ടൽ നല്ലതാണ്. ലീന് 3 അലിഫിൻ്റെ കതിർ നീട്ടാമെങ്കിലും 1 അലിഫിൻ്റെ കതിറായിട്ട് ചുരുക്കലാണ് നല്ലത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തതാണ്? മഹ്റജ് അടുക്കുകയോ കൂടുതൽ സിഫത്തിൽ യോജിക്കുകയോ ചെയ്യുന്ന അക്ഷരങ്ങൾക്ക് ഡാഷ് എന്ന് പറയുന്നു. മുത്തക്കാരിബാനി എന്നാണ് പറയുന്നത്. മഹ്റജ് അടുക്കുകയും കൂടുതൽ സിഫത്തിൽ യോജിക്കുകയും ചെയ്യുന്ന അക്ഷരങ്ങൾക്ക് മുത്തക്കാരിബാനി എന്ന് പറയുന്നു. ഖാഫിനെ കാഫിലേക്കും ലാമിനെ റായിലേക്കും മാത്രമാണ് മുത്തക്കാരിബാനിയിൽ നമ്മൾ ഖിറാഅത്തിൻ്റെ ഇമാമ് ഇദാം ചെയ്തിട്ടുള്ളൂ. മനസ്സിലാക്കുക. അടുത്തതാണ്? തോഇൻ്റെ മഹറജ് നാവിൻ്റെ തലയുടെ ഡാഷ്. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ്. അപ്പോൾ ഇതുപോലെ ഏത് മഹ്റജുകൾ തന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ് വരുന്നത്? സിഹിർ ബാധിച്ചവരെ മന്ത്രിക്കുമ്പോൾ ഓതേണ്ട ഒരു സൂറത്ത്. ഏത് സൂറത്താണ് സിഹിർ ബാധിച്ചവനെ മന്ത്രിക്കുമ്പോൾ ഓതേണ്ടത്? സൂറത്തുൽ ഫലക്ക്. ഇത് മുഅവ്വിയത്തൈനിയിൽപ്പെട്ട ഒന്നാണ്. അത് രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യൽ സുന്നത്താണ്. പിന്നെ 5 വക്ത് നിസ്കാരങ്ങളുടെ ഉടനെയും വിരിപ്പിലേക്ക് ചായുമ്പോഴും, പിന്നെ മാരണം എന്ന് പറഞ്ഞാലാണ് സിഹിർ, പിന്നെ വിഷം, രോഗം, കണ്ണേറ് എന്നിവക്ക് മന്ത്രിക്കുമ്പോഴും പാരായണം ചെയ്യൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ കണ്ണേറിന് മന്ത്രിക്കുന്നത് ഓതേണ്ട സൂറത്ത് ഏതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് സൂറത്തുൽ ഫലക്ക് എഴുതാൻ കഴിയണം. മനസ്സിലാക്കുക. ഹിസ്സത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പിരീഡ് എന്നാണ്. പിരീഡ് നമ്മൾ ക്ലാസ്സിൽ ഓരോ പിരീഡ് പറയില്ല, അതാണ് ഹിസ്സത്ത് എന്നതിൻ്റെ അർത്ഥം. അടുത്തത് എന്താണ്? തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരക്ഷരം. ഒരക്ഷരമാണ് ഏത്? തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ഹൽക്കിൻ്റെ അക്ഷരം. അതുപോലെ ഐന്, ഹാഉം ഐനും, അതാണ് തൊണ്ടയുടെ മധ്യത്തു നിന്ന് വരുന്നത്.
ഹാഉം ഐനും അത് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? മദ്ദുൽ ലാസിം ഹർഫിക്ക് ഒരു ഉദാഹരണം. ഹർഫിൽ മദ് വന്നതിന് നൂൻ, യാസീൻ ഒക്കെ എഴുതാം. ഹർഫിൽ വന്നതിന് ഖാഫ് എന്നൊക്കെ എഴുതാം. ഇനി ഹർഫിന് പകരം മദ്ദുൽ ലാസിം കലിമത്തിൽ വന്നതാണെങ്കിൽ അൽഹാക്ക, വസ്സോഫാത്തി എന്നൊക്കെ നമുക്ക് ഉദാഹരണം എഴുതാം. അടുത്തെന്താണ്? മദ്ദുൽ മുത്തസിലിന് പറയുന്ന മറ്റൊരു പേര്. മദ്ദുൽ മുത്തസിലിന് പറയുന്ന മറ്റൊരു പേരെന്താ? മദ്ദുൽ മുത്തസില് മദ്ദുൽ വാജിബ് എന്നൊരു പേരുണ്ട്. മദ്ദുൽ മുത്തസിലിന് മദ്ദുൽ വാജിബ് എന്ന് പറയുന്ന പേരുണ്ട്. മദ്ദുൽ മുത്തസില് ഒരു അലിഫിനേക്കാൾ നീട്ടൽ വാജിബാണ്. അസ്ലിയായ മദ്ദിനേക്കാൾ മുത്തസിൽ നീട്ടൽ വാജിബാണ്. 3 അലിഫ് അതായത് 6 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ് മദ്ദുൽ മുത്തസിൽ. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? മദ്ദുൽ ലീന് എത്ര അലിഫ് വരെ നീട്ടാവുന്നതാണ്? മദ്ദുൽ ലീന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 3 അലിഫിൻ്റെ കദർ നീട്ടാമെങ്കിലും 1 അലിഫ് മാത്രം നീട്ടലാണ് ഉത്തമം. അപ്പം എത്ര അലിഫ് വരെ നീട്ടാവുന്നതാണെന്ന് വെച്ചാൽ 3 അലിഫ് വരെ നീട്ടാവുന്നതാണ് മദ്ദുൽ ലീന്. അടുത്തെന്താണ്? ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതണം. സലാമോടെ സ്വർഗപ്രവേശം നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ്? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സലാമിനെ പരത്തുകയും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ആളുകൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗം പുൽകാം. സലാമോടെ സ്വർഗപ്രവേശം നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങളാണ് അതൊക്കെ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സലാമിനെ പരത്തുകയും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ആളുകൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗം പുൽകാം. അടുത്തെന്താണ്? 100 ആളുകളെ വധിച്ച ആളുടെ കാര്യത്തിൽ മലായിക്കത്തു റഹ്മത്തിൻ്റെ വാദം എന്തായിരുന്നു? 100 പേരെ വധിച്ച ആളുടെ കാര്യത്തിൽ മലായിക്കത്തു റഹ്മത്തിൻ്റെ മലക്കിൻ്റെ വാദം എന്തായിരുന്നു? 100 ആളുകളെ കൊന്ന് 100 പേരെ വധിച്ച് തൗബ ചെയ്ത് അള്ളാഹുവിനെ ആരാധനയിൽ മുഴുകാൻ തയ്യാറായ വ്യക്തി, ആരാധനയിൽ മുഴുകാൻ വേണ്ടി നടന്നകടുക്കുമ്പോൾ വഴിമധ്യേ അദ്ദേഹത്തെ മരണം പിടികൂടുകയാണ്. റഹ്മത്തിൻ്റെ മലക്കും അദാബിൻ്റെ മലക്കുകളും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തർക്കം കൂടി. പശ്ചാത്താപിച്ചവനായി ഹൃദയത്തെ അള്ളാഹുവിലേക്ക് മുന്നിടിച്ചു കൊണ്ടുവന്നവനാണ് ഇദ്ദേഹമെന്ന് റഹ്മത്തിൻ്റെ മലക്കുകളും ഇദ്ദേഹം നന്മയായി ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് അദാബിൻ്റെ മലക്കുകളും പറഞ്ഞു. അപ്പോൾ ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ വന്ന് അവർക്കിടയിലെ തർക്കം പരിഹരിക്കുന്നു. അപ്പം 100 ആളുകളെ വധിച്ച ആളുടെ കാര്യത്തിൽ മലായിക്കത്തിൻ്റെ റഹ്മത്തിൻ്റെ വാദം എന്തായിരുന്നു? അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എന്താണ്? പശ്ചാത്താപിച്ചവനായി ഹൃദയത്തെ അള്ളാഹുവിലേക്ക് മുന്നിടിച്ചു കൊണ്ടുവന്നവനാണ് ഇദ്ദേഹം എന്നാണ് റഹ്മത്തിൻ്റെ മലക്കിൻ്റെ വാദം. അപ്പോൾ അത് എഴുതാം. മനസ്സിലാക്കി പഠിക്കട്ടാ. 9ാമത്തെ ചാപ്റ്ററിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അദാബിൻ്റെ മലക്കുകളുടെ വാദം എന്തായിരുന്നു? നന്മയായി ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നതായിരുന്നു അദാബിൻ്റെ മലക്കുകളുടെ വാദം. മനുഷ്യരൂപത്തിൽ മധ്യസ്ഥനായിട്ട് ഒരു മലക്ക് വരുന്നു. അദ്ദേഹം എങ്ങനെയാണ് അവർക്കിടയിലെ പ്രശ്നം പരിഹരിച്ചത്? അദ്ദേഹം ഭൂമികൾക്കിടയിലെ അകലമളക്കുന്നു. അദ്ദേഹം പിന്നിട്ട വഴിയും അദ്ദേഹം അടുക്കാനുള്ള ദൂരവും അളക്കുന്നു. എവിടേക്കാണോ കൂടുതൽ അടുത്തത് അതാണ് അയാൾക്കുള്ള അദ്ദേഹം കൂടുതൽ അടുത്തത്. അദ്ദേഹം പോകാൻ
ഉദ്ദേശിച്ച നാട്ടിലേക്കാണ് ഏറ്റവും അടുത്തത്. അങ്ങനെ അവർ കണ്ടെത്തി. അങ്ങനെ റഹ്മത്തിൻ്റെ മലക്കുകൾ കൊണ്ടുപോവുകയാണ്. മനസ്സിലാക്കുക. അടുത്ത സൂറത്തുൽ ഫലക്ക്. എന്തിൽ നിന്നുള്ള കാവൽ തേടുന്നു സൂറത്തുൽ ഫലക്ക്? സൂറത്തുൽ ഫലക്ക് ശാരീരികമായ ഉപദ്രവത്തിൽ നിന്ന് കാവലിനെ ചോദിക്കലാണ്. സൂറത്തുൽ ഫലക്ക് ശാരീരികമായ ഉപദ്രവത്തിൽ നിന്ന് കാവലിനെ ചോദിക്കലാണ്. സൂറത്തുൻ നാസ് മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ ചോദിക്കലാണ്. മനസ്സിലാക്കുക. മാനസികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കലാണ് സൂറത്തുൻ നാസ്. അപ്പോൾ ഇവിടെ സൂറത്തുൽ ഫലക്ക് ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കലാണ്. സൂറത്തുൽ ഫലക്കിനെ സൂറത്തുൻ നാസിനേക്കാൾ മുന്തിച്ചു. കാരണം എന്താണ്? ശാരീരിക രക്ഷ മാനസിക രക്ഷയ്ക്കുള്ള ഒരു മാർഗമാണ്. മാർഗങ്ങളെ ലക്ഷ്യങ്ങളെക്കാൾ മുന്തിക്കപ്പെടണം. ശാരീരിക രക്ഷ എന്നത് മാനസിക രക്ഷയ്ക്കുള്ള ഒരു മാർഗമാണ്. മാർഗങ്ങളെ ലക്ഷ്യങ്ങളെക്കാൾ മുന്തിക്കപ്പെടണം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഫാത്തിഹ സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് എന്താണ് പഠിപ്പിക്കുന്നത്? ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നേരായ മാർഗത്തിലേക്കുള്ള ദർശനത്തെ ചോദിക്കുവാനാണ് അതിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. നേരായ മാർഗത്തിലേക്കുള്ള ദർശനത്തെ ചോദിക്കുവാനാണ്. സൂറത്തുൻ നാസാണ് അവസാനത്തെ സൂറത്ത്. അത് നേരായ മാർഗത്തിൽ നിന്ന് തെറ്റുന്നതിൽ നിന്നെല്ലാം കാവലിനെ ചോദിക്കലാണ്. നേരായ മാർഗത്തെ തൊട്ട് തെറ്റുന്നതിൽ നിന്ന് കാവൽ ചോദിക്കലാണ് സൂറത്തുൻ നാസ്. അപ്പോൾ അതൊക്കെ രണ്ടും മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കി പഠിക്കുക. സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൻ നാസിൻ്റെയും ഇടയിൽ നേരായ മാർഗത്തിൻ്റെ വിശദീകരണമാണ് അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരുന്നത്. രണ്ട് സൂറത്തുകൾക്കിടയിൽ നേരായ മാർഗത്തിൻ്റെ വിശദീകരണം അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ എന്താണ്? അറബിയാക്കണം. മോനെ എഴുന്നേറ്റു നിസ്കരിക്കൂ. എന്താണ്? യാ ബുനയ്യ ഖും ഫസല്ലി ബില്ലൈൽ. യാ ബുനയ്യ ഖും ഫസല്ലി ബില്ലൈൽ. മോനെ എഴുന്നേറ്റ് നിസ്കരിക്കൂ. അടുത്തതെന്താണ്? ഉറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ ആവർത്തിച്ചിരുന്നു. 3 തവണ ആവർത്തിച്ചിരുന്നത് എന്താണ്? ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി കയ്യിൽ ഊതി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ദേഹമാസകലം തടവാറുണ്ടായിരുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്ത ശേഷം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി 2 കൈകളിൽ ഊതി ശരീരമാകസകല തടവുമാറുണ്ടായിരുന്നു. ഇങ്ങനെ 3 തവണ ആവർത്തിച്ച ശേഷമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. അടുത്തെന്താണ്? മുത്തജാനിസാനിയിലെ ആദ്യ അക്ഷരത്തെ ഇദ്ഗാം ചെയ്യില്ല. എപ്പോഴാണ്? മുത്തജാനിസാനിയിൽ ആദ്യത്തേത് ഹൽക്കിൻ്റെ ഹർഫാവുകയോ ചെയ്താൽ ഇദ്ഗാം ചെയ്യില്ല. ഹൽക്കിൻ്റെ ഹർഫ്, അതായത് ഹംസ, ഹ, ഐന്, ഹ, ഹ, ഇതിലേതെങ്കിലും ഹർഫുകളാണ് വന്നതെങ്കിൽ അവിടെ ഇദ്ഗാം ചെയ്യുന്നതല്ല. നമ്മൾ മുത്തജാനിസാനി പറഞ്ഞിട്ടുണ്ട്. ആദ്യാക്ഷരം സുക്കൂനായാലോ രണ്ടാമത്തെ അക്ഷരം ഹർക്കത്തുള്ള ഒരക്ഷരവുമാകുമ്പോൾ നമ്മൾ അവിടെ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണെങ്കിൽ അവിടെ ഇദ്ഗാം ചെയ്യില്ല. മനസ്സിലാക്കുക. ഇനി 5 വരിയിൽ കുറയാതെ എഴുതാനാണ്. സൂറത്തുൻ നാസിൻ്റെ ആശയം എഴുതാനാണ്. സൂറത്തുൻ നാസിൻ്റെ ആശയം എന്താണ് പറയുന്നത്? പറയുക, ഞാൻ അഭയം പ്രാപിക്കുന്നു മനുഷ്യരുടെ രക്ഷിതാവിനെ കൊണ്ട്, മനുഷ്യരുടെ രാജാവിനോട്, മനുഷ്യരുടെ ആരാധ്യനോട്, പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നവനായ ഉപദ്രവം വിതയ്ക്കുന്നവനുമായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ, മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അഭയം പ്രാപിക്കുന്നു. മനസ്സിലാക്കിയത് എഴുതാ. നമ്മൾ പാഠത്തിൻ്റെ അവസാനത്തിൽ തഫ്സീർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്തത് മദ്ദുൽ ലാസിം, മദ്ദുൽ ആരിൽ എന്നിവ വിശദമാക്കാനാണ്. മദ്ദക്ഷരത്തിനു ശേഷമുള്ള അക്ഷരത്തിൽ
നാം വഖഫ് ചെയ്ത് സുക്കൂന് നൽകി ചേർത്ത് ഓതുകയാണ്. അങ്ങനെ വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നത്. അതിന് 2 ഉദാഹരണങ്ങളൊക്കെ എഴുതുക. മാലിക് യൗമിദ്ദീൻ, അല്ലമൽ ഖുർആൻ, ഹും ഫീഹാ ഖാലിദൂൻ എന്നൊക്കെ 2 ഉദാഹരണങ്ങൾ എഴുതുക. പിന്നെ മദ്ദുൽ ലീന്, ലീനക്ഷരത്തിനു ശേഷം ആരിലായ സുക്കൂന് വന്നതിനാൽ അല്പം കൂടുതൽ നീട്ടിയാണ് ഓതേണ്ടത്. ഇതിനാണ് മദ്ദുൽ ലീൻ എന്ന് പറയുന്നത്. അതാണ് അലം നജ്അൽ ലഹു ഐനൈൻ ദായിഖത്തുൽ മൗത്ത്. അപ്പോൾ മദ്ദുൽ ലീനിന് ഉദാഹരണങ്ങൾ എഴുതുക. മദ്ദുൽ ലീന് 3 അലിഫിൻ നീട്ടാമെങ്കിലും 1 അലിഫ് മാത്രമായി നീട്ടലാണ് ഉത്തമം. മദ്ദുൽ ആരിൽ 3 അലിഫ് വരെ നീട്ടലാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി എഴുതി അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് റിവിഷൻ ചെയ്ത ചോദ്യപേപ്പറിലൊക്കെ പറഞ്ഞതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഓരോ പാഠത്തെക്കുറിച്ചിട്ടും 5 വരിയിൽ കുറയാതെ ഇതുപോലെ എഴുതാൻ വരുന്നതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മളെ റിവിഷൻ വീഡിയോസ് ഉപകാരപ്പെടുത്തുക. മുമ്പ് പാഠഭാഗങ്ങളിൽ എങ്ങനെ പഠിക്കണം എന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ലഭിക്കേണ്ടവർ ഒന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85 നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക. അവർക്ക് ലിങ്കുകൾ അയച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.